ഹായ് ഓൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്പെഷ്യൽ അലവൻസസ് ടു മീറ്റ് പേഴ്സണൽ എക്സ്പെൻസസും ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസസും ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സാലറിയുടെ എലമെൻറ്റ്സ്. അതിൽ വരുന്ന ഒരു എലമെൻറ്റാണ് അലവൻസ് എന്ന് പറഞ്ഞു. അലവൻസ് 3 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഫുള്ളി ടാക്സബിൾ ഉണ്ട്, പാർട്ട്ലി എക്സംപ്റ്റഡ് ഉണ്ട്, ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് ഉണ്ട്. അതിൽ ഫുള്ളി ടാക്സബിൾ അലവൻസുകൾ നമ്മൾ പറഞ്ഞിരുന്നത് ഏതൊക്കെ ഐറ്റമാണെന്ന്. പാർട്ട്ലി ടാക്സബിൾ അലവൻസുകളിൽ നമ്മൾ ഹൗസ് റെൻ്റ് അലവൻസ് പറഞ്ഞു, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് പറഞ്ഞു, സ്പെഷ്യൽ അലവൻസസ് ടു മീറ്റ് ഓഫീസ് എക്സ്പെൻഡിച്ചർ പറഞ്ഞു. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതായത് സ്പെഷ്യൽ അലവൻസസ് ടു മീറ്റ് പേഴ്സണൽ എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ അലവൻസിൻ്റെ മൂന്നാമത്തെ കാറ്റഗറിയായ ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് സ്പെഷ്യൽ അലവൻസസ് ടു മീറ്റ് പേഴ്സണൽ എക്സ്പെൻസസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സ്പെഷ്യൽ കോമ്പൻസേറ്ററി ഹിൽ ഏരിയ അലവൻസ്. ഹിൽ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് കൊടുക്കുന്ന അവരുടെ പേഴ്സണൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന അലവൻസാണിത്. ഇതിന് ഹൈ ഓൾട്ടിറ്റ്യൂഡ് അലവൻസ് എന്നും പറയും. അതിൻ്റെ എക്സംഷൻ കിട്ടുന്നത് 300 പെർ മന്ത് ടു 7000 പെർ മന്ത് വരെയാണ്. ഓർക്കണം, ഇതിന് ഈ ഇത്തരത്തിലുള്ള അലവൻസുകളുടെ പ്രത്യേകത ആ ഒരു പർട്ടിക്കുലർ ലിമിറ്റ് വരെ എക്സംഷൻ ഉണ്ടാവും, അതിന് ശേഷമുള്ളത് ടാക്സബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ലിമിറ്റ് വരെയാണ് ഈ സ്പെഷ്യൽ കോമ്പൻസേറ്ററി ഹിൽ ഏരിയ അലവൻസ് ഉള്ളത്. 300 to 7000 പെർ മന്ത് വരെയാണ്. അടുത്ത ബോർഡർ ഏരിയ റിമോട്ട് ഏരിയ അലവൻസ്, ഡിസ്റ്റർബ്ഡ് ഏരിയ അലവൻസ്. ഇങ്ങനെ ബോർഡർ ഏരിയയിൽ, റിമോട്ട് ഏരിയയിൽ, ഡിസ്റ്റർബ്ഡ് ഏരിയയിലൊക്കെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് കൊടുക്കുന്ന അലവൻസാണിത്. ഇതിൻ്റെ എക്സംഷൻ എന്ന് പറഞ്ഞാൽ 200 പെർ മന്ത് മുതൽ 1300 പെർ മന്ത് വരെയാണ് ഇതിൻ്റെ അലവൻസ് ഉണ്ടാവുക. നെക്സ്റ്റ്, ട്രൈബൽ ഏരിയ ഒരു ഷെഡ്യൂൾഡ് ഏരിയ ഒരു ഏജൻസി ഏരിയ അലവൻസ്. ഇതിൻ്റെ എക്സംഷൻ കിട്ടുക ട്രൈബൽ ഏരിയയിലേക്കുള്ള അവർക്ക് കിട്ടുന്ന ഒരു എക്സംഷനാണ്, എംപ്ലോയീസിന് കിട്ടുന്ന ഒരു എക്സംഷനാണ്. ഇതിനൊരു ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 200 പെർ മന്ത്, അല്ലെങ്കിൽ ആക്ച്വൽ എത്രയാണോ അലവൻസ് കിട്ടിയത് അതിലേതാണോ കുറവ് കേട്ടോ. അപ്പോൾ ആക്ച്വൽ കിട്ടുന്ന അലവൻസ് എത്രയാണോ അല്ലെങ്കിൽ 200 പെർ മന്ത് വെച്ചിട്ട്, എന്നിട്ട് അതിലേറ്റവും കുറവ് ഏതാണോ ആക്ച്വൽ കിട്ടിയതാണ് ഈ 200 പെർ മന്തിനേക്കാൾ കുറവെങ്കിൽ അത്, അല്ലെങ്കിൽ 200 പെർ മന്ത്. അപ്പോൾ ഇതിലേതാണോ കുറവ് അതാണ് എക്സംഷൻ കിട്ടുന്നത്. ഇനി അടുത്ത് ഹൈ ഓൾട്ടിറ്റ്യൂഡ് അലവൻസ്. ദിസ് അലവൻസ് ഈസ് ഗിവൺ ടു ദ മെമ്പർ ഓഫ് ആംഡ് ഫോഴ്സസ് ഫോർ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് 9000 ഫീറ്റ് ടു 15,000 ഫീറ്റ്. അങ്ങനെയുള്ള ഈ 9000 ഫീറ്റ് ടു 15,000 ഫീറ്റ് വരെയുള്ള ഓൾട്ടിറ്റ്യൂഡിൽ വർക്ക് ചെയ്യുന്ന ആംഡ് ഫോഴ്സസിന് കിട്ടുന്ന അലവൻസാണിത്. അതിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1060 പെർ മന്താണ്. ഇതിൽ എബോവ് ആണെങ്കിൽ, അതായത് 15,000 ഫീറ്റിന് എബോവ് വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ 1600 പെർ മന്ത് വരെയാണ് എക്സംഷൻ ലിമിറ്റ് ഉള്ളത്. അടുത്ത അണ്ടർഗ്രൗണ്ട് അലവൻസ്. അണ്ടർഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന, അത് മൈൻസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്നതാണിത്. ഈ ഖനികൾ അങ്ങനെയുള്ള അവർക്ക് അതിൻ്റെയൊക്കെ പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ അൺനാച്ചുറൽ ആയിട്ടുള്ള ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവിടെയുള്ള എംപ്ലോയീസിന് കിട്ടുന്ന അവരുടെ പേഴ്സണൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ കിട്ടുന്ന അലവൻസാണിത്. അതിൻ്റെ എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം 800 പെർ മന്ത് വരെയാണുള്ളത്. ഇനി സ്പെഷ്യൽ കോമ്പൻസേറ്ററി ഹൈലി ആക്റ്റീവ് ഫീൽഡ് ഏരിയ അലവൻസ് ഗ്രാൻഡഡ് ടു മെമ്പേഴ്സ് ഓഫ് ആംഡ് ഫോഴ്സസ്. എക്സംഷൻ ലിമിറ്റ് ഉള്ളത് 4200 പെർ മന്ത് വരെയാണ്. ഐലൻഡ് അലവൻസ് ഉണ്ട്. അത് ഐലൻഡിലൊക്കെ വർക്ക് ചെയ്യുന്ന, പ്രത്യേകിച്ച് ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് അങ്ങനെയുള്ളിടത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് കിട്ടുന്നതാണ്. 3250 പെർ മന്താണ്. 3250 പെർ മന്ത് വരെയാണ് എക്സംഷൻ ലിമിറ്റ് ഉള്ളത്. ഈ എക്സംഷൻ ലിമിറ്റ് നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. ക്വസ്റ്റ്യനിൽ ഇത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സംഷൻ ലിമിറ്റ് അറിഞ്ഞാൽ നമുക്ക് എത്രയാണ് ടാക്സിബിൾ എന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത കോമ്പൻസേറ്ററി ഫീൽഡ് ഏരിയ അലവൻസ് ആണ്. എക്സംഷൻ ഉള്ളത് 2600 പെർ മന്ത് വരെയാണ്. കോമ്പൻസേറ്ററി മോഡിഫൈഡ് ഫീൽഡ് ഏരിയ അലവൻസ് ഉണ്ട്, അതാണെങ്കിൽ 1000 പെർ മന്ത് ആണ്. ഓക്കെ, അടുത്ത കൗണ്ടർ ഇൻസർജൻസി അലവൻസ് ഗ്രാൻഡഡ് ടു മെമ്പേഴ്സ് ഓഫ് ആംഡ് ഫോഴ്സസ്. അത് 3900 പെർ മന്ത് ആണ്. ഇനി എപ്പോഴും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസും. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ആണെങ്കിൽ അതിൻ്റെ എക്സംഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എത്രയാണ് നമുക്ക് ആ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ, ഇത് ചിൽഡ്രൻ്റെ എംപ്ലോയീസിൻ്റെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആക്ച്വൽ എമൗണ്ട് എത്രയാണ് റിസീവ് ചെയ്തത്, ആ അലവൻസ് എത്രയാണ് കിട്ടിയത്, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് 100 രൂപ ഒരു മാസം വെച്ചിട്ട്, അങ്ങനെ മാക്സിമം 2 കുട്ടികൾക്ക് വരെ. ഓക്കെ, ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് 100 രൂപ വെച്ചിട്ട് അങ്ങനെ മാക്സിമം 2 കുട്ടികൾക്ക് വരെ കിട്ടും. ഒരു മാസമാണ് 100 രൂപ കേട്ടോ. അങ്ങനെ ഒരു വർഷമാകുമ്പോൾ 100 × 12 വരും. അപ്പോൾ മാക്സിമം കിട്ടുന്ന ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 2 കുട്ടികൾക്ക് കിട്ടും. അപ്പോൾ 2 × 100 × 12 അങ്ങനെയായിരിക്കും നമുക്ക് 2 കുട്ടികൾക്ക് വരെ മാക്സിമം കിട്ടുള്ളൂ. ഇപ്പോൾ 3-4 കുട്ടികളുണ്ടെങ്കിൽ 2 കുട്ടികൾക്ക് വരെ മാക്സിമം എക്സംഷൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് നമ്മൾ എത്രയാണോ കിട്ടുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആക്ച്വലി എത്രയാണോ അലവൻസ് കിട്ടിയത് അതിലേതാണോ കുറവ്. ഇപ്പോൾ ആക്ച്വലി കിട്ടിയതാണ് ഈ 100 ഒരു കുട്ടിക്ക് 100 വെച്ചിട്ട് അങ്ങനെ 2 കുട്ടികൾക്ക് വരെ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞാൽ എക്സംഷൻ. അപ്പോൾ അതിനേക്കാളും കുറവ് ആക്ച്വൽ റിസീവ് ചെയ്ത എമൗണ്ട് ആണെങ്കിൽ അതായിരിക്കും എക്സംഷൻ ഉണ്ടാവുക.
ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ് എക്സംഷൻ അപ് ടു ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് പെർ ചൈൽഡ്. ഒരു കുട്ടിക്ക് ആക്ച്വലി എത്രയാണോ റിസീവ് ചെയ്തത് ഓർ 300 പെർ മന്ത് പെർ ചൈൽഡ് അപ് ടു മാക്സിമം ഓഫ് 2 ചിൽഡ്രൻ വിച്ച് എവർ ഈസ് ലെസ് ആണ് പറയുന്നത്. അതായത് ആക്ച്വലി എത്രയാണോ അലവൻസ് റിസീവ് ചെയ്തത് അതും പിന്നെ വരുന്നത് 300 പെർ മന്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഓർക്കുക, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ആണ് 100 രൂപയാണ് പെർ ചൈൽഡിന്. അങ്ങനെ മാക്സിമം 2 കുട്ടികൾ. ഇത് 300 പെർ ചൈൽഡ്, അങ്ങനെ ഒരു മാസം 300 വെച്ചിട്ട് അങ്ങനെ മാക്സിമം 2 കുട്ടികൾക്ക് വരെ. അപ്പോൾ അതാണോ ആ ഒരു ലിമിറ്റാണോ കുറവ്, അല്ലെങ്കിൽ ആക്ച്വലി റിസീവ് ചെയ്ത എമൗണ്ട് ആണോ കുറവ്, ഏതാണോ കുറവ് അതാണ് എക്സംഷൻ കിട്ടുക. ഓക്കെ, അപ്പോൾ ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ് 300 പെർ മന്താന്ന് ഓർക്കുക. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസിന് 100 പെർ മന്താണ്. ഇനി അലവൻസ് അലൗഡ് ടു ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് വർക്കിംഗ് ഇൻ എനി ട്രാൻസ്പോർട്ട് സിസ്റ്റം. അതായത് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് കിട്ടുന്ന അലവൻസാണിത്. അവരുടെ പേഴ്സണൽ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 70% ഓഫ് സച്ച് അലവൻസ് ഓർ 10,000 പെർ മന്ത് വിച്ച് എവർ ഈസ് ലെസ് ആണ്. ആ കിട്ടിയ അലവൻസിന് 70% ആണോ അല്ലെങ്കിൽ 10,000 പെർ മന്ത് ആണോ, ഏതാണോ കുറവ് അതാണ് എക്സംഷൻ കിട്ടുക. ഇനി ട്രാൻസ്പോർട്ട് അലവൻസ് ഉണ്ട്. ഇത് ട്രാൻസ്പോർട്ട് അലവൻസ് കൊടുക്കുന്ന എംപ്ലോയീസിന് അവരുടെ താമസ സ്ഥലത്തു നിന്നും ഓഫീസിലേക്കും ഒക്കെയുള്ള ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് അത്തരത്തിൽ വരുന്ന എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന പേഴ്സണൽ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എക്സംഷൻ കിട്ടുക എല്ലാവർക്കും കിട്ടില്ല. ഡിസബിലിറ്റി ഉള്ളവർക്കാണ് ഇതിൻ്റെ എക്സംഷൻ കിട്ടുക. അല്ലാത്തവർക്ക് ഇത് ഫുള്ളി ടാക്സബിൾ ആണ്. അതായത് ബ്ലൈൻഡ്, ഡെഫ് അങ്ങനെയൊക്കെയുള്ള ഹാൻഡിക്യാപ്ഡൊക്കെ ആയിട്ടുള്ള ഡിസബിലിറ്റി ഉള്ളവർക്ക് കിട്ടുന്നതാണ്. എക്സംഷൻ 3200 പെർ മന്ത് വരെയാണ്. അല്ലാത്തവരുടെ കേസിൽ ഇത് ഫുള്ളി ടാക്സബിൾ ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് പേഴ്സണൽ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന അലവൻസ്. നമ്മൾ കുറേ അലവൻസ് പറഞ്ഞ സ്പെഷ്യൽ കോമ്പൻസറി ഹിൽ ഏരിയ അലവൻസ് ഉണ്ട്, അതുപോലെ ബോർഡർ ഏരിയ, ട്രൈബൽ ഏരിയ, ഹയർ ഓൾട്ടിറ്റ്യൂഡ് അലവൻസ് ഉണ്ട്, അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് അലവൻസ് ഉണ്ട്, ഐലൻഡ് അലവൻസ് ഉണ്ട്, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ് ഉണ്ട്, ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് കൊടുക്കുന്ന അലവൻസ് ഉണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് അലവൻസ് ഉണ്ട്. ഇതൊക്കെ ലിമിറ്റൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക, അത് അത്യാവശ്യമാണ്. അടുത്ത ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് ആണ്. അത് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്, അത് ടാക്സബിൾ ഉണ്ടാവില്ല. അപ്പോൾ അലവൻസസ് പേ ടു ഗവൺമെൻറ് എംപ്ലോയീസ് അബ്രോഡ്, അതായത് ഇന്ത്യൻ ഗവൺമെൻറ് എംപ്ലോയി തന്നെ. ഓക്കെ, ഇന്ത്യൻ ഗവൺമെൻറ് എംപ്ലോയി പക്ഷേ വർക്ക് ചെയ്യുന്നത് ഇന്ത്യക്ക് പുറത്താണ്, വേറെ കൺട്രിയിലാണ്. ഇന്ത്യക്ക് വേണ്ടിയിട്ട് വേറെ കൺട്രിയിൽ പോയി വർക്ക് ചെയ്യാണ്. ഓക്കെ, ഇന്ത്യൻ ഗവൺമെൻറ്റിൽ എംപ്ലോയി ആണ്, പക്ഷേ വർക്ക് ചെയ്യുന്നത് വേറെ കൺട്രിയിലാണെങ്കിൽ, ഇന്ത്യക്ക് വേണ്ടിയിട്ട് വേറെ രാജ്യത്താണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള എംപ്ലോയീസിന് കൊടുക്കുന്ന അലവൻസാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ അലവൻസ് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. പിന്നെ UNO യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിന് പേ ചെയ്യുന്ന അലവൻസ് എക്സംപ്റ്റഡ് ആണ്. അതുപോലെ അലവൻസസ് പേ ടു ജഡ്ജസ് ഓഫ് ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട് ജഡ്ജസിന് കൊടുക്കുന്ന അലവൻസ്, അതുപോലെ തന്നെ ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട് ജഡ്ജസിന് കൊടുക്കുന്ന കോമ്പൻസേറ്ററി അലവൻസ്, ഇതൊക്കെ ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വെക്കുക, ഏതൊക്കെയാണ് ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് എന്ന് ഒക്കെ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തത് ഏതൊക്കെയാണ് സ്പെഷ്യൽ പേഴ്സണൽ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന സ്പെഷ്യൽ അലവൻസസ് ഏതൊക്കെയാണ്, അതിൻ്റെ ലിമിറ്റും കാര്യങ്ങളും, അതുപോലെ തന്നെ ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസസ് ഏതൊക്കെയാണ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്